വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ കാന്തപുരം എം.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. അതോടൊപ്പം ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും, വലിയ പങ്കാളിത്തമാണ്, എല്ലാവരെയും ആർദ്രമായി അഭിവാദ്യം ചെയ്യുന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണല്ലോ ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചത്. ഈ യാത്ര കേവലം ഒരു സംഘടനയുടെ ഔപചാരിക പരിപാടിയായി മാത്രം ചുരുക്കിക്കാണേണ്ടതല്ല, മറിച്ച് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ഒരു മുന്നേറ്റമായി കൂടി ഇതിനെ കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ മുൻപ് നയിച്ച യാത്രകളും അവ മുന്നോട്ട് വച്ച പ്രമേയങ്ങളും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തവയാണ്. 1999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നും 2012 മാനവികത ഉണർത്താൻ, മാനവികത ഉണർത്തുന്നു എന്നുമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയ യാത്രകളുടെ ഭാഗമായി ഉയർത്തിയിരുന്നത്. ആ യാത്രകളെല്ലാം നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് നൽകിയ ഊർജം ചെറുതല്ല. ഇപ്പോഴാകട്ടെ മനുഷ്യർക്കൊപ്പം എന്ന അർത്ഥവത്തായ സന്ദേശമാണ് ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും കാലോചിതമായ സന്ദേശമാണ്. മനുഷ്യരെ മതത്തിൻ്റെയോ ജാതിയുടെയോ വംശത്തിൻ്റെയോ ഒക്കെ പേരിൽ വേർതിരിക്കാനും അകറ്റി നിർത്താനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണല്ലോ ഇത്. ആ പശ്ചാത്തലത്തിലാണ് ഇതിന് വർദ്ധിച്ച സാമൂഹ്യ പ്രസക്തി ഉണ്ടാവുന്നത്. എല്ലാ മതങ്ങളും മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത്, മനുഷ്യത്വത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ മത തത്വസംഹിതകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചിലര് മതത്തെ തന്നെ മനുഷ്യത്വ വിരുദ്ധമാക്കാൻ ദുഷ്ടലാപ്പോടെ ശ്രമിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ മതം പറയുന്നതിൻ്റെ സത്യാത്മക വശങ്ങളെ വിശദീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ 90 കടന്ന പ്രായത്തിലും ഈ വലിയ മനുഷ്യൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നത് എത്രയോ അഭിനന്ദനീയമാണ്. അദ്ദേഹം മതേതരത്വത്തിൻ്റെ കാവലാൾ ആവുകയാണ്. രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും മാത്രമല്ല,
ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി മുദ്രകുത്താനും അവരെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുകയാണ്. പൗരത്വ നിയമങ്ങളിലെ ഭേദഗതികൾ മുതൽ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം മുതൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറക്കുന്നതുവരെ നീളുന്നു ആ വിവേചന നയങ്ങൾ. നീതിന്യായ വ്യവസ്ഥയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നതും നാം കാണേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് അധികാരത്തിലുള്ളത്. കേന്ദ്ര സർക്കാരും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ ആശങ്കാജനകമായവയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് പകരം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് അവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്നത്. ഇഷ്ടവസ്ത്രം ധരിക്കുന്നതിന്റെ പേരിലും ഇഷ്ടഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലും മനുഷ്യർ വേട്ടയാടപ്പെടുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കാനും അവരുടെ സ്വത്തുവകകൾ തകർക്കാനും ശ്രമമുണ്ടാകുന്നു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനെന്ന വ്യാജേന മുസ്ലിം ആരാധനാലയങ്ങളെയും വീടുകളെയും ലക്ഷ്യമിട്ട് ബുൾഡോസറുകൾ നീങ്ങുകയാണ്. വാരാണസിയിലെ ഗ്യാൽവ്യാപി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾക്ക് മേൽ അടക്കം ഹിന്ദുത്വ വർഗീയവാദികൾ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു സമുദായത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളെയും അസ്തിത്വത്തെയും മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ എല്ലാ അർത്ഥത്തിലും എതിർക്കപ്പെടേണ്ടവയാണ്. ദർഗകൾ വരെ തകർക്കപ്പെടുന്ന ഘട്ടമായിരിക്കുന്നു. സൂഫി വര്യന്മാരുടെ മക്ബറകൾ വിഭജനകാലത്ത് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അതും ഉണ്ടാവുന്നു. പതിറ്റാണ്ടുകളായി വീട് വെച്ച് താമസിക്കുന്നവരെ ബുൾഡോസർ കൊണ്ടുവന്ന് ക്രൂരമായി തുടച്ചു നീക്കുന്നു. വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വഖഫ് സ്വത്ത് പിടിക്കാൻ നിയമനിർമ്മാണം നടക്കുന്നു. അതിനെ ഫലപ്രദമായി രാജ്യത്ത് എതിർക്കാൻ ഇടതുപക്ഷം തയ്യാറായി എന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. അതിന്റെ ചർച്ച പാർലമെന്റ് നടന്നപ്പോൾ ശക്തമായ നിലപാട് തന്നെ ഇടതുപക്ഷം സ്വീകരിക്കുകയുണ്ടായി. മറ്റ് മതക്കാരെ കൂടി ചേർത്തുകൊണ്ട് മതി വഖഫ് ബോർഡ് എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
മറ്റ് മതങ്ങളുടെ ഇതുപോലുള്ള സംവിധാനങ്ങളിലെല്ലാം അത്തരം മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അപ്പോ ഇസ്ലാമിയതയില്ലാത്ത നിലയിൽ തന്നെ വരും കാലത്തും വഖഫ് ബോർഡുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖ വിഭാഗങ്ങൾ നമ്മുടെ ഇവിടുത്തെ അനുഭവമൊക്കെ എടുത്താൽ സർക്കാർ സമിതികളിൽ ഉണ്ടായിരുന്നില്ല. മാറ്റി നിർത്തിയ ചില ദുരനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ വിവേചനവും വേർതിരിവും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള എല്ലാ സമിതികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഹജ്ജ് കമ്മിറ്റി, മൈനോറിറ്റി കമ്മീഷൻ, വഖഫ് ബോർഡ്, ഓർഫനേജ് കൗൺസിൽ ഇവയുടെ എല്ലാം ഘടന നോക്കിയാൽ തന്നെ വ്യത്യാസം വ്യക്തമാവും. കൽപ്പിച്ചുകൂട്ടി ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചു. തമ്മിൽ ഭിന്നിപ്പിച്ച് ചിത്രീകരിക്കുന്ന ഏർപ്പാടും അവസാനിപ്പിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥിതി കൊണ്ടുവന്നു. ഏതെല്ലാം തരത്തിലാണ് ദേശീയ തലത്തിൽ വിവേചനമുണ്ടായത് എന്ന് ശ്രദ്ധിച്ചവരായിരിക്കും നിങ്ങൾ. മുത്തലാഖ് നിയമം തന്നെ എടുത്താൽ മതി. ഇതിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ വിവാഹബന്ധം ഏർപ്പെടുത്തിയാൽ സിവിൽ കേസിന് പുറമെ ക്രിമിനൽ കേസ്. എന്നാൽ മറ്റു വിഭാഗങ്ങൾക്കൊന്നും അതില്ല. ഇനി പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യമെടുത്താലും മറ്റ് മതക്കാർ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് പൗരത്വം. എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പൗരത്വ നിഷേധം. ഇതിൽ പരം വിവേചനം വേറെ കാണാനാവും. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഡീറ്റൻഷൻ ക്യാമ്പുകൾ പണിയുകയാണ്. നമ്മുടെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അത്തരം ഡീറ്റൻഷൻ ക്യാമ്പുകൾ പണിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡീറ്റൻഷൻ ക്യാമ്പ് എന്നത് പൗരത്വ വിവേചനത്തിന്റെ ക്യാമ്പേ അല്ല. അത്തരത്തിലുള്ള ഒരു വിവേചനത്തിന്റെ ഡീറ്റൻഷൻ ക്യാമ്പും കേരളത്തിലുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. നമ്മുടെ രാജ്യത്ത് കാശ്മീരിലുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് അതിനെ 2-3 ഖണ്ഡങ്ങളായി വിഭജിച്ചത് എന്തിനാക്കോടെയാണ് എന്ന് മതനിരപേക്ഷ ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കിയതാണ്. എന്തിനായിരുന്നു അത്? സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സ്വഭാവം തകർക്കാൻ തന്നെ. വിഭജനഘട്ടത്തിൽ ആകെ കലുഷവും അസ്വസ്ഥവുമായ അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ ആകെ മനസ്സ് സ്വാധീനത്തിലാക്കാൻ വിശാല മനസ്കതയോടെ കാശ്മീരിൽ അനുവദിച്ച പ്രത്യേക പദവിയാണ് ഇല്ലാതാക്കിയത്. ആ ഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് കാശ്മീർ ജനത പ്രകടിപ്പിച്ചിരുന്നത് എന്നതും
നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഇതിനെല്ലാം ഇടയിലാണ് രാജ്യവ്യാപകമായി മുസ്ലിം ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ 5 ജനപ്രതിനിധികൾ ജയിലിലാണ്. ഒരു മുസ്ലിം MLA ജയിലിൽ കിടന്ന് മരിച്ചു. ഒരു മുൻ MP പോലീസ് കസ്റ്റഡിയിലേക്ക് കൊല്ലപ്പെട്ടു. അപ്പൊ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്കായാലും വിവേചനപരമായ ഓരോ നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് അവർ വേട്ടയാടപ്പെടുന്നിടങ്ങളിലേക്ക് ഓടിയെത്തുന്നത് നാം കാണുകയാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇടതുപക്ഷമാണ് എന്ന്. അടുത്തിടെ ക്രൈസ്തവ സമൂഹത്തിന് നേരെയും മുൻപെങ്കും ഇല്ലാത്ത വിധം ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുക, പാസ്റ്റർമാരെ മർദ്ദിക്കുക, പള്ളികൾ ആക്രമിക്കുക, അങ്ങനെ ഒട്ടേറെ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ ക്രൈസ്തവരെ ആക്രമിക്കാനോ അവരെ ദ്രോഹിക്കാനോ ഉള്ള ആയുധമാവുകയാണ്. ഈ നിലയിൽ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ എന്നിവർക്ക് ജീവിതം ദുസ്സഹമാവുന്ന നാടായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറം മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ മതനിരപേക്ഷത ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. വർഗീയത നമ്മുടെ നാടിന് ആപത്തെ സൃഷ്ടിക്കുകയും വർഗീയതയുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കാൻ പാടില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ അകറ്റി നിർത്താൻ കഴിയണം. ഇവിടെ രാജ്യത്തുണ്ടായ ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ഒരു വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയത കൊണ്ട് കഴിയില്ല എന്നത് കൃത്യമായി നാം മനസ്സിലാക്കണം. വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയത രൂപം കൊണ്ടാൽ അത് വർഗീയതയെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യൂ. ഇവിടെ ഭൂരിപക്ഷ വർഗീയത വലിയ തോതിൽ അഴിഞ്ഞാടുകയും ഒട്ടേറെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വർഗീയതയെ ഞങ്ങൾ തന്നെ നേരിട്ട് കൊള്ളാം എന്ന് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിനെ ഒരു കൂട്ടർ കണക്കാക്കി അങ്ങനെയൊരു ന്യൂനപക്ഷ വർഗീയതയ്ക്ക് രൂപം കൊടുത്താൽ അത് തീർത്തും ആത്മഹത്യാപരമായ സമീപനമായിരിക്കും. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോ വർഗീയതയെ എതിർക്കുന്നത് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് മാത്രമാണ്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ സമൂഹമാകെ വർഗീയത എതിർക്കാൻ തയ്യാറാവണം. നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആ മതനിരപേക്ഷത
ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ തുരത്താനാവുകയുള്ളൂ, വർഗീയതയെ ഒറ്റപ്പെടുത്താനാവുകയുള്ളൂ. അപ്പോൾ വർഗീയതയോട്, ഏത് വർഗീയതയായാലും ഒരു തരത്തിലുള്ള മൃദു സമീപനവും സ്വീകരിച്ചു പോകാൻ സാധാരണ നിലക്ക് പാടില്ല. അത് മതനിരപേക്ഷതയ്ക്ക് ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ. അങ്ങനെ മൃദു സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നതാണ്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള സമീപനം പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനൊരു കാലത്ത് നന്മ എന്നത് കേവലം ഒരു വാക്കായി അവശേഷിക്കാൻ പാടില്ല. അതൊരു ജീവിതാശയമായി തന്നെ മാറ്റാൻ നമുക്ക് കഴിയണം. പരസ്പരം കരുതലും സ്നേഹവും പങ്കുവെക്കുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു ലോകമാണ് വരും തലമുറക്കായി നാം കരുതി വെക്കേണ്ടത്. ഈ കാഴ്ചപ്പാടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വർഗീയതയുടെ കനലെരിയുമ്പോഴും കേരളം ഒരു ശാന്തി തീരമായി നിലകൊള്ളുകയാണ്. നമ്മൾ പുലർത്തി വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകളാണ് ഇതിന് കാരണം. കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നാം ശാന്തമായ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നിലകൊള്ളുന്നു. പറയത്തക്ക വർഗീയ സംഘർഷങ്ങളോ മറ്റു പ്രശ്നങ്ങളോ നമ്മുടെ സംസ്ഥാനത്ത് കാണാനില്ല. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയായി, രാജ്യത്ത് തന്നെ ഒരു വലിയ ദുരന്തമായി, മതനിരപേക്ഷതയുടെ ശക്തി കേന്ദ്രമായി കേരളത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥ വന്നത് എന്ന്. ഇവിടെ ഇത്തരമൊരു കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കത്യമുള്ളതാണെന്ന് കരുതുകയാണ്. നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ, വർഗീയ കലാപങ്ങളുണ്ടായിട്ടില്ലേ? ഞാൻ ആദ്യം MLA ആകുന്നത് 1970 കാലത്തായിരുന്നു. 1971 തലശ്ശേരി കലാപം നടന്നത്. ആ കലാപം വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ തലശ്ശേരിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരുപാട് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, വീടുകൾ ആക്രമിക്കപ്പെട്ടു, പലർക്കും സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു, പലർക്കും സ്വർണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു. അങ്ങനെ പലതും നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾ. എന്നാൽ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു സഖാവിൻ്റെ ജീവനായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടാനിടയായത്? അവിടെയുള്ള കലാപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആ കാലത്ത് സ്വീകരിച്ചൊരു സമീപനമുണ്ടായിരുന്നു. ആത്മാഹൂതി ചെയ്തു പോലും മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതായിരുന്നു അന്ന് ഞങ്ങൾ നൽകിയ ആഹ്വാനം. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വരെ കാവൽ നിന്നു. അങ്ങനെ കാവൽ നിന്ന ഒരിടമായിരുന്നു മെരുവമ്പായി പള്ളി. ആ മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ അന്ന് ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗം എത്തി.
അത് RSSന്റെ അറിയപ്പെടുന്നവരടക്കമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന വളണ്ടിയർമാരുടെ നേതാവ് UK കുഞ്ഞിരാമൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ പറ്റൂ. അപ്പൊ ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിലൂടെ വേണം അങ്ങോട്ട് കടക്കാൻ, ഇതിനിപ്പുറം കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൽക്കാലം അവർക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അവർ തിരിച്ചുപോയി. പക്ഷേ ആ അമർഷം, ആ പക അതവർ തീർത്തു. ഈ രാത്രി മുഴുവൻ കാവൽ നിന്ന് പിറ്റേ ദിവസം പുലർച്ചെ UK കുഞ്ഞിരാമൻ ഈ മെരുവമ്പായി പള്ളിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് നെറുവേലി ഭാഗത്താണ്, അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് കാവൽ നിന്ന് ഇവർ അദ്ദേഹത്തെ ആക്രമിച്ചു. അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇതുപോലുള്ള ഒട്ടനേകം സംഭവങ്ങൾ ഇവിടെ ചാലയിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. ആ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പട്ടാളത്തിനെ ഇറക്കേണ്ടി വന്നു ആ കാലത്ത് ആ കലാപം ശമിപ്പിക്കാൻ. നിരവധി കടകൾ, സ്ഥാപനങ്ങൾ ഒക്കെയാണ് ആ കാലത്ത് തീവച്ച് നശിപ്പിച്ചത്. പോലീസിനെ വെടിവെക്കേണ്ടിയും വന്നു. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ആ കലാപത്തിൽ. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഭാഗമായി ഉള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പള്ളിത്തോട്ടത്തിൽ അവിടെ